ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വീണ്ടും വീണ്ടും വരുന്നു ചില വാക്കുകൾ മനസ്സിൽ തട്ടിക്കൊണ്ട് പറയുന്നത്. സമൂഹത്തിലേക്ക്, സമൂഹത്തിൻ്റെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് കാഴ്ചകൾ കാണുമ്പോൾ, പത്രം വായിക്കുമ്പോൾ, ഈ നവമാധ്യമത്തിൽ കാണുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിയുമ്പോൾ ഒരു വലിയ കാര്യം വെളിപ്പെടുത്താൻ വേണ്ടി, വലിയ കാര്യമാണത്. അതായത് ഇവിടെ മലയാള സിനിമയിൽ പുരുഷവർഗത്തെ ഒന്നടങ്കം അപമാനിക്കുകയും സ്ത്രീകളൊക്കെ നല്ലതായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് കാണുന്നു. അല്ലേ? ശരിയല്ലേ? ഒരു സ്ത്രീ പതിവ്രതയാകണം, പലതുമുണ്ട് അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ ഭാരതീയ സംസ്കാരം, കേരളീയ സംസ്കാരം. സിനിമാ മേഖലയിൽ എന്നാൽ ഇതൊന്നും ഇല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സിനിമാ മേഖലയിൽ കല്യാണം ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. പലരും കാര്യസിദ്ധിക്ക് സിനിമ എടുക്കാൻ വരെ വരും. കാര്യസിദ്ധി അറിയാലോ എന്താണ് കാര്യസിദ്ധി? സിനിമ എടുക്കാനായിട്ട് വന്നിട്ട് പണ്ട് വളരെ മുമ്പ് നാനയിൽ വായിച്ചൊരു വരി, നാന എന്ന മാസികയിൽ വായിച്ചൊരു കാര്യം, ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൊഡ്യൂസർ ആകാൻ വേണ്ടി വന്നു ഗൾഫിൽ നിന്ന് രണ്ട് മൂന്ന് ചങ്ങാതിമാർ കൂടിയിട്ട്. അവരുടെ ലക്ഷ്യം സിനിമ പ്രൊഡക്ഷനൊന്നുമല്ല, അവർക്ക് നടികളുമായിട്ട് ശയിക്കണം. അന്നേരം അതിന് ദല്ലാളന്മാർ വന്നു, നിങ്ങളെന്തിന് പണം മുടക്കി, കാശ് മുടക്കി സിനിമയ്ക്ക് എടുക്കുന്നു? നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ സാധിച്ചു തരാം. ഇതാണ് അവസ്ഥ. അന്നേരം നമ്മുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു തരാമെന്ന് പറയുമ്പോൾ അവിടെ ആരെന്തിനു വഴങ്ങുന്നു? പുരുഷനാണോ സ്ത്രീയാണോ? രണ്ടു കൂട്ടരും തെറ്റുകാരാണ്. ഇന്നലെ പറഞ്ഞതുപോലെ തീയും പുകയും ഒരുമിച്ച് കിടക്കുന്ന സാധനമില്ല. തീ ഉണ്ടെങ്കിൽ അവിടെ പുകയുണ്ടാവും, പുകയുള്ളവർക്ക് തീ ഉണ്ടാവും. തീ മാത്രം ഉണ്ടാവില്ല, പുക മാത്രം ഉണ്ടാവില്ല. നാടൻ ഭാഷയാണ്. അങ്ങനെയാണ് അവസ്ഥ. അന്നേരം പ്രമുഖരായ പല 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 സിനിമാ നടികളും 1, 3, 4 കൊല്ലം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു സിനിമ നാനാ വാരികയിൽ ശംഖുപുഷ്പത്തിൻ്റെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രശസ്തയായ അമ്മ നടി നിൽക്കുന്നു. കല്യാണം കഴിഞ്ഞു, ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പഠിക്കേണ്ട പ്രധാനമായൊരു വിഷയമാണ് പറയുന്നത്. പ്രധാനമായ വിഷയം, ആവശ്യം അവരുടേത് കൂടിയായിരിക്കാം. ഇപ്പം പ്രമുഖനായ ഒരു വ്യക്തിയെ, നടനെ നമ്മൾ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ന്യൂസ് വരുമ്പോൾ, ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? എല്ലാവരും കുറ്റവാളികളല്ല, എല്ലാ പുരുഷന്മാരും. സ്ത്രീകളും കുറ്റവാളികളാവുന്ന അവസ്ഥയുണ്ട്. ചില സ്ത്രീകൾക്ക് വേണം. ആ ഒരു മോട്ടീവ്സിലേക്ക് എന്തുകൊണ്ട് ചിന്തകൾ പോകുന്നില്ല? പിന്നെ പണ്ട് പലപ്പോഴായിട്ട്, ഇപ്പോൾ ശാരദയുടെയാണെന്ന് തോന്നുന്നുണ്ട്, പുതിയ ഒരു ഇന്ന് തന്നെ കണ്ടതാണ് ഫോണിൽ, സിനിമ നടി ശാരദ. ഇത് പണ്ടും ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്, പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നു, ഇനി ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സ്ത്രീയും പുരുഷനും ഏത് രംഗത്തുണ്ടാകുമ്പോഴും പക്ഷിലതാദികളൊക്കെ ചെയ്യുന്നില്ലേ? അത് തന്നെയാണ് മനുഷ്യനും. ചിലരതിന് വകതിരിവ് കൽപ്പിച്ച് ബുദ്ധിയോടെ ജീവിക്കും, ചിലർക്ക് ആ ബുദ്ധി അണഞ്ഞു പോകും. പലരും പല പല വിധത്തിലാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇതിൻ്റെ പിന്നാലെ ഓടി കതച്ച് എന്തിന്? ഇതെല്ലാം സമൂഹത്തിലെ സർവ്വടക്കിയുള്ള കാര്യങ്ങളാണ്. ഇവിടെ മാത്രമൊന്നുമല്ല, എവിടെയും ഇതൊക്കെ തന്നെയാണ്. അത് പ്രകൃതിയാൽ കിട്ടുന്ന ഒരു അവസ്ഥയാണത്. പ്രത്യുൽപാദന ശേഷി, അതായത് പരിണാമം, അതായത് ബർത്ത്. അതായത് എന്താണ് അറിയല്ലോ, പറയാണ്ടറിയല്ലോ. ഒരു പൂ വിരിയണ്ടിക്കല് പൂ തനിയെ വിരിയില്ല. അങ്ങനെ പോകുന്നു ആ വലിയ കാര്യങ്ങൾ. അപ്പോഴാണ് ഒരു കുട്ടിക്കാരി ഓർമ്മ വന്ന്, ഒരു വെള്ളരിക്ക മുറിച്ച് കറി വെച്ച് കയപ്പ്. അതെവിടെ ഈ കഴിപ്പ് വന്നത്? അറിയുമോ? വെള്ളരിക്ക കഴിക്കുന്നു. അതാണ് പഠിക്കേണ്ടത്. അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ചില വെള്ളരിക്ക അപൂർവമേ ഉണ്ടാവുള്ളൂ, കയ്പുണ്ടാകും. അത് ഈ പറഞ്ഞത് തന്നെ. അവിടെയും പരാഗണം
മറ്റൊന്നിൻ്റെ പരാഗണമായിപ്പോയി. കറുപ്പ് കയ്പ്പ് ഉള്ള വസ്തുവിൻ്റെ പരാഗണം, ചെടിയുടെ പരാഗണം. അതാണ് അതും മനുഷ്യനത് എല്ലാം സെയിമാണ്. ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കൊട്ടി കുഴിച്ച് ഇങ്ങനെ അമ്പലപ്പറമ്പ് പോലെ പൂരപ്പറമ്പ് പോലെ എന്താ പറയേണ്ടത്, ഇതിലെന്താ വാക്ക് പറയേണ്ടത്? ഹോ, അത് പണ്ടെങ്ങോ ചത്ത് മണ്ണഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചകഞ്ഞു കൊണ്ടുവരിക, ഓരോരുത്തരും വിളിച്ച് പറയുക. നിങ്ങൾക്കൊക്കെ അന്ന് തന്നെ ഇത് നിർത്തി പോയിക്കൂടായിരുന്നില്ലേ? അഭിനയിക്കാൻ നിൽക്കണം. കാര്യസ്ഥിതിക്ക് എന്തൊക്കെ ചെയ്തു, എന്തെല്ലാം നടത്തി. വളരെ വളരെ മോശം, പരിതാപകരമാണ്, പുച്ഛമാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. എവിടെ? അപ്പോൾ നമുക്കിതെല്ലാം അങ്ങോട്ട് മറക്കാം, പുതിയൊരു ലോകം സൃഷ്ടിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ. പാട്ടിൻ്റെയും നാടകത്തിൻ്റെയും സിനിമയുടെയും എല്ലാ കലകളുടെയും ഉന്നതി ഇവിടം വെച്ച് തുടങ്ങട്ടെ. ഹരേ കൃഷ്ണ.